ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ ഒരു ദിവസം കൂടി സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹിച്ച് നൽകുന്ന വലിയ കൃപകൾക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അപ്രകാരം ഇന്നീ ദിവസത്തിലും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളെ കേട്ടുകൊണ്ട്, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളെ ചിന്തിച്ചുകൊണ്ട് ഈ ദിവസത്തിലായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഇടയാക്കുന്ന വലിയ കൃപകൾക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അപ്രകാരം ഈ ഹോപ്പ് ടി വിയിലൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളെ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും വീണ്ടും വരുന്നവനായ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഈ വചന ശുശ്രൂഷയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ കഴിഞ്ഞ നാളുകളിലൊക്കെയും ചിന്തിച്ചു കൊണ്ടിരുന്നത് മിസ്രൈം ദേശത്തു നിന്നും വാഗ്ദത്ത കനാൻ ദേശത്തേക്ക് പുറപ്പെട്ട ഇസ്രായേൽ ജനങ്ങളുടെ ജീവിതത്തിലും മോശയുടെ ജീവിതത്തിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. അത് അന്ത്യനാളുകളിൽ ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ അതിൽ നിന്നും നാം എന്ത് പാഠങ്ങളാണ് പഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്രകാരം ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളതായിട്ടുള്ള ഭാഗം, അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കുവാനുള്ളതായിട്ടുള്ള ഭാഗം, പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു: യഹോവ മോശയോട് അരുളി ചെയ്തത്, നോക്കൂ, ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു. നിന്റെ സഹോദരൻ അഹരോൻ നിനക്ക് പ്രവാചകനായിരിക്കും. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു. ദൈവം മോശയെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു എന്നും മോശയുടെ സഹോദരനായിരിക്കുന്ന അഹരോൻ മോശയ്ക്ക് പ്രവാചകനായിരിക്കുമെന്നും ദൈവത്തിൻ്റെ വചനം പറയുന്നു. നമുക്ക് കണ്ണുകൾ അടച്ചൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായിരിക്കുന്ന അടിയുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, അനുഗ്രഹമേറിയ സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്ന തിരുസന്നിധിയിലായിരുന്നു കൊണ്ട് അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അങ്ങയുടെ പരിശുദ്ധാത്മശക്തി അടിയങ്ങളോട് കൂടെ ഇരുന്ന അടിയങ്ങളെ നിറച്ച് നയിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന മോശ എപ്രകാരമാണ് ഫറവോന് ദൈവമാകുവാൻ പോകുന്നത് എന്ന്, സഹോദരനായിരിക്കുന്ന അഹരോൻ എപ്രകാരമാണ് മോശയ്ക്ക് പ്രവാചകനായി തീരുവാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വർഗീയ കരമടിയങ്ങളോട് കൂടെ ഇരിക്കണം. അങ്ങയുടെ പരിശുദ്ധാത്മശക്തിയാൽ അടിയങ്ങളെ നിറച്ച് നയിച്ച് അനുഗ്രഹിക്കണമെന്ന് അടിയക്കായി കാൽവരിയിൽ മരിച്ചുയർത്തുന്നേക്കും ജീവിക്കുന്ന യേശുവിൻ നാമത്തന്നെ ആമേൻ. ഇവിടെ ദൈവം മോശയോട് കൽപ്പിക്കുന്നു, മോശ ഫറവോന് ദൈവമായിരിക്കും എന്നും അഹരോൻ മോശയ്ക്ക് പ്രവാചകനായിരിക്കും എന്നും. ഇതിൻ്റെ മൂലഭാഷ നമ്മൾ നോക്കുകയാണ് എങ്കിൽ ഇവിടെയും എലോഹിം എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അത്യുന്നതൻ, സർവശക്തൻ, ആ പദമാണ് മൂലഭാഷയിൽ, എബ്രായ ഭാഷയിൽ ഇവിടെ ദൈവം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ദൈവം മോശയോട് കൽപ്പിക്കുന്നു, നീ ഫറവോന് ദൈവമായിരിക്കും എന്ന്. എങ്ങനെയാണ് മോശയ്ക്ക് ഫറവോന് ദൈവമായിരിക്കുവാൻ സാധിക്കുന്നത്? നാം ചിന്തിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഒന്നിനെയും നമസ്കരിക്കരുത്, ഒന്നിനെയും ആരാധിക്കരുത്, ഒന്നിനെയും താണു വീണ് വണങ്ങരുത്, കാരണം ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ഒന്നിൻ്റെയും വിഗ്രഹത്തെ നീ ഉണ്ടാക്കരുത്. തീഷ്ണതയുള്ള യഹോവയായ ദൈവം മാത്രമാണ് സകലത്തിൻ്റെയും സൃഷ്ടികർത്താവ്. ആ ദൈവമാണ് സകലത്തിൻ്റെയും സംരക്ഷകൻ. ആ ദൈവം ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സൃഷ്ടികൾ മറ്റൊന്നിനെയും നമസ്കരിക്കരുത്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ദൈവത്തെ മറ്റൊരു സൃഷ്ടിയോടും ഉപമിച്ച് ഒരു വിഗ്രഹത്തെയും ഉണ്ടാക്കരുത്, ഒരു വിഗ്രഹത്തെയും നമസ്കരിക്കരുത്. ദൈവമല്ലാതെ, സകലത്തിൻ്റെയും സൃഷ്ടികർത്താവും സംരക്ഷകനും പരിപാലകനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന ദൈവമല്ലാതെ വേറൊരു ദൈവമില്ല, ഒന്നിനെയും നമസ്കരിക്കരുത് എന്ന് പറഞ്ഞ ദൈവം ഇവിടെ മോശയോട് കൽപ്പിക്കുകയാണ്, ഞാൻ നിന്നെ അഹരോന് ദൈവമാക്കിയിരിക്കുന്നു. നീ അത്യുന്നതനാണ്. എന്തുകൊണ്ട് ദൈവം അപ്രകാരം പറഞ്ഞു എന്ന് നാം ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ദൈവം അപ്രകാരം പറഞ്ഞു എന്ന് നാം ചിന്തിക്കുമ്പോൾ, നമ്മൾ പുതിയ നിയമപുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ
മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിന് ക്രിസ്തുവിനെ തന്നെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു. ഈ ലോകത്തിൻ്റെ വെളിച്ചമെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു എന്നാണ് ക്രിസ്തു ഈ ലോകത്തിന് പരിചയപ്പെടുത്തുന്നത്. അതേ ക്രിസ്തു മലാക്കിയുടെ പുസ്തകത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: നീതി സൂര്യൻ രോഗോപശാന്തിയായി നിങ്ങളിൽ ഉദിക്കണമെന്ന്. നീതി സൂര്യനായിരിക്കുന്ന ക്രിസ്തു ഈ ലോകത്തോട് പറയുകയാണ്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന്. അങ്ങനെ ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കുന്ന ക്രിസ്തു വീണ്ടും ക്രിസ്തുവിനെ ശ്രവിച്ചതായിട്ടുള്ള ജനങ്ങളോട് അന്ത്യനാളുകളിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരോടും പറയുന്നു, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, നിങ്ങൾ ഓരോരുത്തരും ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന്. അപ്പോൾ സർവശക്തനായ ദൈവം, കർത്താവായ യേശു ക്രിസ്തു, സൂര്യനും പലകയുമായിരിക്കുന്ന ദൈവം ഈ ലോകത്തോട് പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. നീതി സൂര്യനായിരിക്കുന്ന ഞാൻ രോഗോപശാന്തിയായി നിങ്ങളിലേക്ക് വരും എന്ന്. ആ ക്രിസ്തു വീണ്ടും ക്രിസ്തുവിനെ ശ്രവിച്ചതായിട്ടുള്ള ജനങ്ങളോട് പറയുകയാണ്, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, നിങ്ങൾ ഓരോരുത്തരും ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന്. നമ്മൾ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ ആ സ്ത്രീയെക്കുറിച്ച് വെളിപ്പാട് 12 വെളിപ്പെടുത്തുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ മണവാട്ടി സഭയാകുന്ന സ്ത്രീയെക്കുറിച്ച് വെളിപ്പാടുകാരനായ യോഹന്നാൻ തൻ്റെ ദർശനത്തിൽ കാണുമ്പോൾ ആ സ്ത്രീ സൂര്യനെ അണിഞ്ഞിരിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കാം. ആ സൂര്യൻ കർത്താവ് യേശു ക്രിസ്തുവിനെ പ്രദാനം ചെയ്യുന്നു, ലോകത്തിൻ്റെ വെളിച്ചത്തെ പ്രദാനം ചെയ്യുന്നു, നീതി സൂര്യനെ പ്രദാനം ചെയ്യുന്നു. ആ ക്രിസ്തു ആകുന്ന വെളിച്ചം, ആ ക്രിസ്തു ആകുന്ന സൂര്യൻ സഭയിലുണ്ട് എന്ന് പറഞ്ഞാൽ ആ ക്രിസ്തു ആയിരിക്കണം സഭയുടെ സകലതും എന്ന് കാണുവാൻ സാധിക്കാം. അതുകൊണ്ട് തന്നെ ക്രിസ്തു ഇവിടെ പറയുകയാണ്, വലിയ വെളിച്ചമായിരിക്കുന്ന സൂര്യൻ ക്രിസ്തുവിൻ്റെ പ്രതിഫലനത്താൽ ചെറിയ വെളിച്ചമായിരിക്കുന്ന ചന്ദ്രൻ പ്രതിഫലിപ്പിക്കപ്പെടുന്നത് പോലെ ആത്മീക അർത്ഥത്തിൽ ദൈവത്തിൻ്റെ വചനങ്ങളെ പ്രതിഫലിപ്പിക്കുന്നത് ഈ സഭയാവുന്ന സ്ത്രീയുടെ കാൽ കീഴിൽ ചന്ദ്രൻ എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ വചനത്തിന് അധിഷ്ഠിതമായൊരു ജീവിതം നയിക്കുമ്പോൾ ആ ക്രിസ്തു നമ്മളുടെ ഉള്ളിൽ വസിക്കാം. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ആ ക്രിസ്തു ഇന്ന് ലവോദിക്ക സഭയുടെ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നമ്മൾ ഓരോരുത്തരും ആ ക്രിസ്തുവിനെ ഇൻവൈറ്റ് ചെയ്യേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. വലിയ വെളിച്ചമായിരിക്കുന്ന നീതി സൂര്യനായിരിക്കുന്ന ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കുന്ന ക്രിസ്തുവിൽ നമ്മളായിത്തീരുമ്പോൾ നമ്മൾ ആ ക്രിസ്തുവിൻ്റെ വെളിച്ചത്തെ പ്രതിഫലിപ്പിക്കാം. സൂര്യനിൽ നിന്നും വെളിച്ചം കൊള്ളുന്ന ചന്ദ്രൻ എപ്രകാരമാണ് സൂര്യൻ്റെ വെളിച്ചം പ്രതിഫലിപ്പിച്ച് രാത്രിയിൽ പ്രകാശിതമാക്കുന്നത്, രാത്രിയെ പ്രകാശപൂർണമാക്കുന്നത്, അതുപോലെ നീതി സൂര്യനായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ വെളിച്ചം സ്വീകരിച്ച നമ്മൾ ഓരോരുത്തരും പ്രകാശമുള്ളവരായിത്തീരുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും വിളിച്ചവൻ്റെ അത്ഭുത പ്രവൃത്തിയെ ഘോഷിപ്പാൻ തക്കതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ നമ്മളും ഒരു സമയത്ത് അന്ധകാരത്തിലായിരുന്നു. ആ അന്ധകാരത്തിൽ നിന്നും നമ്മെ വീണ്ടെടുത്തവനാണ് കർത്താവായ ദൈവം. ആ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ നമ്മൾ ലോകത്തിന് വെളിച്ചമായി തീരും എന്ന് കാണുവാൻ സാധിക്കാം. ഇതേ തത്വമാണ് സ്വർഗത്തിലെ ദൈവം മോശയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഫറവോൻ എന്ന് പറയുന്നത് അന്ധകാര പ്രഭു അല്ലെങ്കിൽ അന്ധകാരത്തിലിരിക്കുന്നതായിട്ടുള്ളൊരു മനുഷ്യൻ. ആ ഫറവോൻ മോശയിൽ നിന്നും വെളിച്ചം സ്വീകരിക്കേണ്ടതാകുന്നു. വലിയ വെളിച്ചമായിരിക്കുന്ന ക്രിസ്തുവിൽ നിന്നും സ്വർഗത്തിലെ ദൈവത്തിൽ നിന്നും വെളിച്ചം സ്വീകരിച്ച് ആർക്കും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവം ഇവിടെ മോശയുടെ അടുക്കലേക്ക് ഹോരേബ് പർവ്വതത്തിലേക്ക് ഇറങ്ങി വന്നു എന്ന് തിരുവചനം രേഖപ്പെടുത്തുന്നു. അങ്ങനെ ഹോരേബ് പർവ്വതത്തിലേക്ക് ഇറങ്ങി വന്ന ആ ദൈവം
ദൈവത്തിൻ്റെ വെളിച്ചം മോശയ്ക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ മോശ ആ അത്ഭുതം കാണുകയും ആ മുൾപടർപ്പ് കത്താതിരിക്കുന്നതിൻ്റെ അത്ഭുതം നോക്കി കാണുകയും ചെയ്തു എന്ന് തിരുവചനം പറയുന്നു. ആ മോശ പിൽക്കാലത്ത് ദൈവത്തിൽ നിന്നും വെളിച്ചം സ്വീകരിച്ച് ഇസ്രായേൽ ജനങ്ങളെ നയിക്കുവാൻ പോകുമ്പോൾ ഇവിടെ ദൈവം മോശയോട് പറയുകയാണ്, ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കി വയ്ക്കും എന്ന്. ഇനി ഹോരേബ് പർവ്വതത്തിൽ നിന്നും സ്വർഗത്തിലെ ദൈവം മോശയെ വിളിക്കുന്ന സാഹചര്യത്തിലും മോശയോട് ദൈവം ഇതേ കാര്യം പറഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാം. അതേ കാര്യം തന്നെ 7-ാം അധ്യായത്തിലാണ് ദൈവം ആവർത്തിച്ചിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. നമ്മുടെ ജീവിതത്തിൽ നീതി സൂര്യനായിരിക്കുന്ന കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വെളിച്ചം നമ്മൾ പ്രതിഫലിപ്പിക്കുകയാണ് എങ്കിൽ ക്രിസ്തു നമ്മളെയും വിളിക്കും, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന്. ആ വെളിച്ചം നമ്മൾ പറയും കീഴല്ല വയ്ക്കുവാനുള്ളത്, തണ്ടിന്മേലെ അത്രയെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നമുക്ക് ലഭിച്ച സത്യവെളിച്ചത്തെ ഒരിക്കലും നശിപ്പിച്ച് കളയുവാനല്ല ദൈവം പറയുന്നത്. അത് ലോകത്തിന് പ്രകാശമാകുന്ന രീതിയിൽ ആ കർത്താവ് യേശു ക്രിസ്തുവിനെ നാം പ്രതിഫലിപ്പിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ മോശ ക്രിസ്തുവിൻ്റെ സ്വഭാവവും ഏറ്റുകൊണ്ട് ഫറവോൻ്റെ അടുക്കലേക്ക് പോകുമ്പോൾ ദൈവം പറയുന്നു, ഞാൻ നിന്നെ മോശയ്ക്ക് ദൈവമാക്കി വയ്ക്കും എന്ന്. ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ് എന്ന് തിരുവചനം വളരെ സ്പഷ്ടമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം സ്നേഹമാകുന്ന, സ്നേഹിച്ചിട്ടില്ലാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ സ്നേഹനിധിയായ ദൈവത്തിൻ്റെ സ്വഭാവം സ്നേഹം. ആ സ്നേഹത്തെ അളക്കുവാൻ സാധിക്കുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാം. കാരണം സ്വന്തം ജീവനെ നൽകി, സ്വന്തം ജീവനെ അവസാന തുള്ളി രക്തം വരെയും അവസാന ശ്വാസം വരെയും ഊറ്റി നൽകി തൻ്റെ സൃഷ്ടികളെ സംരക്ഷിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം അതായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത്, പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന പുത്രനായ ക്രിസ്തുവാണ് പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തുന്നത്. എപ്രകാരം യോഹന്നാൻ 3:16 പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം കർത്താവ് യേശു ക്രിസ്തു ലോകത്തെ സ്നേഹിച്ചു. 6 ദിവസം കൊണ്ട് നടത്തിയ സൃഷ്ടിപ്പിലെ സകല ചരാചരങ്ങളെയും സംരക്ഷിച്ചു നിർത്തുന്ന സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനെ ആദരിക്കാതെ സകലർക്കും വേണ്ടി നൽകിയ ആ ദൈവം സകലതും നമുക്ക് തരികയില്ലേ എന്നാണ് ദൈവത്തിൻ്റെ വചനം ചോദിക്കുന്നത്. അപ്പോൾ സ്വന്തം പുത്രനെ നമുക്ക് നൽകിയ കർത്താവായ ദൈവം, സ്വർഗത്തിലെ ദൈവം, ആ പുത്രൻ്റെ ജീവൻ നൽകി നമ്മെ വീണ്ടെടുത്തതായിട്ടുള്ള ദൈവം, ആ ദൈവം ഇവിടെ മോശയോട് പറയുന്ന ആ സ്നേഹം മോശയിലുണ്ട് എങ്കിൽ മോശ തീർച്ചയായിട്ടും മോശയുടെ ജനത്തെ, ഇസ്രായേൽ ജനത്തെ വിടുവിക്കുന്നതിന് വേണ്ടി കടന്നു ചെല്ലും എന്ന്. കാരണം ദൈവം സ്നേഹമാകുന്നു. ആ സ്നേഹത്തിൻ്റെ സ്വഭാവം മോശയുടെ ജീവിതത്തിലുണ്ടായപ്പോൾ മോശ ഈ ലോകത്തിലെ സുഖലോലുപതകളെല്ലാം തൽക്കാല സുഖഭോഗങ്ങളാണ് എന്ന് മനസ്സിലാക്കി മോശ ഇറങ്ങി പുറപ്പെടുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ സ്പഷ്ടമായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്ന, ഫറവോൻ്റെ പുത്രി എന്നുള്ള പേര് നിലനിർത്തുന്നതിന് വേണ്ടിയല്ല, പാപത്തിൻ്റെ തൽക്കാല ഭോഗങ്ങളിൽ സുഖിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയല്ല, മിസ്രൈം ദേശത്തിലെ അനുഗ്രഹിക്കപ്പെട്ട അല്ലെങ്കിൽ മിസ്രൈം ദേശത്തിലെ സന്തോഷപൂർണമായിരിക്കുന്ന സമ്പന്നതയിൽ നിറഞ്ഞൊരു ജീവിതം അല്ല മോശ ആഗ്രഹിച്ചത്. പകരം തൻ്റെ ജനത്തോടൊപ്പം കഷ്ടമേൽക്കുവാൻ മോശ ആഗ്രഹിച്ചു. കാരണം ദൈവത്തിൻ്റെ സ്വഭാവം മോശയിലേക്ക് കടന്നു വന്നു. ദൈവം മോശയെ ഫറവോന് ദൈവമാക്കി വെച്ചു. ദൈവത്തിൻ്റെ സ്വഭാവമാകുന്ന സ്നേഹം
മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം മോശയെ മറ്റുള്ളവർക്ക് ദൈവമാക്കി വച്ചു എന്ന് കാണുവാൻ സാധിക്കാം. ആ ദൈവത്തിൻ്റെ സ്വഭാവം പ്രതിഫലിപ്പിക്കുന്നതിന് വേണ്ടി, ആ ദൈവത്തെ ഈ ലോകത്തിന് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി, എന്താണ് ദൈവത്തിൻ്റെ സ്വഭാവമെന്ന്, എന്താണ് ദൈവമെന്ന് ഈ ലോകത്തിന് വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് സ്വർഗത്തിലെ ദൈവം അന്ത്യനാളുകളിൽ നമ്മെ ഓരോരുത്തരെയും രാജകീയ പുരോഹിത വർഗങ്ങളായിട്ട് വിളിച്ചിരിക്കുന്നത്. നമ്മുടെയും ദൗത്യം ആ രാജ്യത്തിൻ്റെ സുവിശേഷം സാക്ഷ്യമായിട്ട് പ്രസംഗിക്കുന്നതിന് വേണ്ടിയാണ്. ക്രിസ്തുവിൻ്റെ സാക്ഷ്യം, ക്രിസ്തുവിൻ്റെ ജീവിത അനുഭവം, ദൈവകൽപ്പനയും യേശുവിനുള്ളതുപോലുള്ള വിശ്വാസം, അതാണ് നമുക്ക് വേണ്ടത്. ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുവെങ്കിൽ ദൈവം പറയാം, നിങ്ങളെയും ഞാൻ ഈ ലോകത്തിന് പ്രഭു അല്ലെങ്കിൽ ദൈവമാക്കി വച്ചിരിക്കുന്നു എന്ന്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, സ്നേഹിച്ചിട്ടില്ലാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല എന്ന്. കാരണം ദൈവം സ്നേഹമാകുന്നു. ആ സ്നേഹം ഈ ലോകത്തിന് പകർന്നു കൊടുക്കുവാൻ അവസാന തുള്ളി രക്തം വരെയും ഊറ്റി നൽകിയ സ്നേഹം, അവസാന ശ്വാസം വരെയും ഊറ്റി നൽകിയ ക്രിസ്തുവിൻ്റെ സ്നേഹം, ആ സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി, ആ സ്നേഹം മറ്റുള്ളവർക്ക് നൽകുന്നതിന് വേണ്ടി, ആ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. മോശയെ പോലെ ആ ക്രിസ്തുവിൻ്റെ സ്വഭാവം ഈ ലോകത്തിന് വെളിപ്പെടുത്തിയ മറ്റൊരു മനുഷ്യനായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. ക്രിസ്തു വിളിച്ച നാൾ മുതൽ ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമെന്ന് എണ്ണി ഈ ലോകത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ട് രാജ്യത്തിൻ്റെ സുവിശേഷം സകലരെയും അറിയിക്കുന്നതിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട പൗലോസ് അപ്പോസ്തലന് മോശയുടെ അതേ സാക്ഷ്യമാണ് ഉണ്ടായിരുന്നത്. ആ പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി അനുഭവിച്ചതായിട്ടുള്ള യാതനകളെന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. ആദിമസഭയിലെ അപ്പോസ്തലന്മാരെല്ലാം, വിശ്വാസം മുറുകെ പിടിച്ച വിശ്വാസവീരന്മാരെല്ലാം അനുഭവിച്ചതായിട്ടുള്ള യാതന വളരെ വലുതായിരുന്നു. കാരണം അവർ സ്നേഹമെന്തെന്നറിഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു ആകുന്ന സ്നേഹം എന്തെന്നറിഞ്ഞവരായിരുന്നു അവർ. അതുകൊണ്ട് അവർ ആ ക്രിസ്തുവിനെ സാക്ഷ്യമായിട്ട് ഈ ലോകത്ത് വെളിപ്പെടുത്തിയെന്ന് കാണുവാൻ സാധിക്കാം. അങ്ങനെ മോശയെ ദൈവമായിട്ട് ഫറവോന് നൽകിയ ദൈവം അഹരോനോട് പറയുകയാണ്, അഹരോൻ മോശയ്ക്ക് പ്രവാചകനായിരിക്കും എന്ന്. എന്തുകൊണ്ട് ദൈവം അഹരോനെ മോശയ്ക്ക് പ്രവാചകനാക്കി എന്ന് ചോദിച്ചാൽ, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലെ ഹോരേബ് പർവ്വതത്തിൽ നിന്നും ദൈവം വിളിക്കുന്ന സമയത്ത് ഇതേ കാര്യം ദൈവം മോശയോട് പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. അവിടെ മോശ പറയുകയാണ്, ഞാൻ തടിച്ച നാവുള്ളവനാണ്, വിക്കനാണ്, എനിക്ക് വാക് സാമർഥ്യമില്ല, ഞാൻ പറഞ്ഞാൽ ഇസ്രായേൽ ജനം കേൾക്കുകയില്ല എന്ന് പറയുന്ന സമയത്ത് ദൈവം പറയുന്നു, നിൻ്റെ സഹോദരനായിരിക്കുന്ന അഹരോനെ ഞാൻ നിനക്ക് പ്രവാചകനാക്കി വച്ചിരിക്കുന്നു. അവൻ നിനക്ക് വേണ്ടി സംസാരിക്കാം. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതും പ്രവർത്തിക്കേണ്ടതുമെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അത് നീയും നിൻ്റെ സഹോദരനായിരിക്കുന്ന അഹരോനും പ്രവർത്തിക്കണം. നിന്നിലൂടെ വെളിപ്പെടുന്നതായിട്ടുള്ള കാര്യം അഹരോൻ വേണം ലോകത്തെ അറിയിക്കുവാൻ. അതുകൊണ്ടാണ് സ്വർഗത്തിലെ ദൈവം അഹരോനെ മോശയ്ക്ക് പ്രവാചകനാക്കി വച്ചത്. ഇന്ന് നാം ശേഷിപ്പ് സഭയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ദൈവകൽപ്പനയും യേശുക്കളുടെ വിശ്വാസവും കാത്തുകൊള്ളുന്ന ദൈവത്തിൻ്റെ സത്യസഭയിലെ ഓരോ അംഗങ്ങളെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന, ദൈവം നമ്മളെ ഓരോരുത്തരെയും ഈ ലോകത്തിൻ്റെ പ്രവാചകന്മാരാക്കി വച്ചിരിക്കുന്നു. ആമോസ് 3:7 പറയുന്നു, യഹോവയായ കർത്താവ് തൻ്റെ പ്രവാചകന്മാരായിരിക്കുന്ന ദാസന്മാർക്ക് തൻ്റെ രഹസ്യത്തെ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുകയില്ല എന്ന്. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ട് എങ്കിൽ സ്വപ്നത്തിൽ കൂടെയും ദർശനത്തിൽ കൂടെയും ദൈവം അവരോട് ഇടപെടുമെന്ന്,
അന്ത്യകാളുകളിൽ നിൻ്റെ പുത്രന്മാരും പുത്രിമാരും ദാസന്മാരും ദാസിമാരും വൃദ്ധന്മാരൊക്കെയും സ്വപ്നങ്ങളെ കാണും, അത് ലോകത്തെ അറിയിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് ഈ ലോകത്തിന് വെളിച്ചം പകരുന്ന പ്രവാചകന്മാരായിട്ടാണ്. അന്ധകാരത്തിലിരിക്കുന്നവർക്ക് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന രാജകീയ പുരോഹിതന്മാരായിട്ടാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. ആത്മീക വരങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ എഫെസ്യർക്ക് പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതിയപ്പോഴും കൊരിന്ത്യ സഭയ്ക്ക് പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതിയപ്പോഴും ആത്മീക വരങ്ങളിൽ മികച്ചു നിൽക്കുന്നതൊന്നാണ് പ്രവചനാത്മക വരം, അല്ലെങ്കിൽ പ്രവാചകന്മാർ എന്ന ദൈവത്തിൻ്റെ വചനം പറയുന്ന മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുന്ന, പഴയ നിയമ കാലഘട്ടത്തിൽ മറ്റുള്ളവർക്ക് ദർശനങ്ങളെ പകർന്നു കൊടുക്കുന്ന, പുതിയ നിയമ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ പഴയ നിയമ പുസ്തകത്തിലെ അടിസ്ഥാന തത്വങ്ങളെ, വിശുദ്ധ വേദപുസ്തകത്തിലെ അടിസ്ഥാന തത്വങ്ങളെ മറ്റുള്ളവർക്ക് വെളിച്ചമായി നൽകുന്ന പ്രവാചകന്മാരായിട്ടാണ് ദൈവം അഹരോനെ തിരഞ്ഞെടുത്തതുപോലെ നമ്മളെയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. മോശയ്ക്ക് വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ മോശയിലൂടെ അഹരോൻ ലോകത്തിന് സംസാരിച്ചിരുന്നത് പോലെ കർത്താവായ യേശുക്രിസ്തു ദൈവത്തിൻ്റെ വിശുദ്ധ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ ഈ ലോകത്തിലേക്ക് അറിയിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം സ്പഷ്ടമായിട്ട് പറയുന്ന, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അതിൽ നിത്യജീവനുണ്ട്, അത് കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം പറയുന്നു എന്ന്. ഇവിടെ മോശ പ്രവാചകൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സ്വഭാവത്തെ ലോകത്തിന് വെളിപ്പെടുത്തുമ്പോൾ അതിനെ വാക്കുകളിലൂടെ വെളിപ്പെടുത്തിയിരുന്നത് അഹരോനാണ്. അന്ത്യനാളുകളിൽ ജീവിക്കുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും കർത്താവായ യേശുക്രിസ്തുവിലൂടെ തിരുവചന സത്യങ്ങളെ ലോകത്തിന് വെളിപ്പെടുത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്ന, അത് കർത്താവായ യേശുക്രിസ്തുവിന് സാക്ഷ്യം പറയുന്ന, തിരുവെഴുത്തുകളുടെ മധ്യത്തിൽ വസിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ലോകത്തിന് വെളിപ്പെടുത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഇവിടെ മോശ ക്രിസ്തുവിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വെളിച്ചം ആ ദൈവത്തിൽ നിന്നും സ്വീകരിച്ച അത് മറ്റുള്ളവർക്ക് പ്രതിഫലിപ്പിച്ചതുപോലെ അഹരോൻ ആ ദൈവിക വചനങ്ങളെ മറ്റുള്ളവരെ അറിയിച്ചതുപോലെ നമ്മളും സാക്ഷ്യമുള്ളവരായി ദൈവത്തിൻ്റെ വചനങ്ങളെ മറ്റുള്ളവരെ അറിയിക്കുകയാം. നമ്മളും സാക്ഷ്യമായി നമ്മുടെ ജീവിതങ്ങളെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തിക്കൊണ്ട് ആ ദൈവത്തിൻ്റെ വചനങ്ങളെ മറ്റുള്ളവരെ അറിയിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് രാജ്യത്തിൻ്റെ സുവിശേഷം സാക്ഷ്യമായിട്ട് ദൈവം നമ്മളിൽ വസിക്കുന്നു എന്നുള്ള സാക്ഷ്യം മറ്റുള്ളവർ കാണുന്ന രീതിയിൽ നമുക്ക് ലോകത്തെ അറിയിക്കാം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണുകൾ അടച്ചൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനായിരിക്കുന്ന അടിയുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, മോശയെ അവിടുന്ന് എപ്രകാരമാണ് ഫറവോന് ദൈവമാക്കി നൽകിയത് എന്ന്, അഹരോനെ എപ്രകാരമാണ് മോശയ്ക്ക് പ്രവാചകനായി നൽകിയതെന്നും അവിടുന്ന് കേൾപ്പിച്ച വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. അന്ത്യനാളുകളിൽ ജീവിക്കുന്ന നാം ഓരോരുത്തരും മോശയെപ്പോലെ ക്രിസ്തുവിനെ ലോകത്തിന് വെളിപ്പെടുത്തേണ്ട ആവശ്യകതയാണ്. അങ്ങയുടെ വചനങ്ങളെ സാക്ഷ്യമായി ലോകത്തിന് അറിയിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അവിടുന്ന് വെളിപ്പെടുത്തി നൽകുന്ന വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. അപ്രകാരം അങ്ങയുടെ വചനങ്ങളെ പഠിച്ച, അങ്ങയുടെ കൽപ്പനകളെ അനുസരിച്ച നല്ലവനും വിശ്വസ്തനുമായിരിക്കുന്ന ദാസനെ എന്ന് അങ്ങ് വാനമേഘങ്ങളിൽ വരുമ്പോൾ വിളിക്ക് യോഗ്യമാവണ്ണമുള്ള ജീവിതം നയിക്കുവാൻ, അങ്ങയുടെ വചനങ്ങളെ ലോകത്ത് അറിയിക്കുവാൻ അവിടെ അടിയങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കി അനുഗ്രഹിക്കണമെന്ന് അടിയക്കായി കാൽവരിയിൽ മരിച്ചുയർത്തുന്നേക്കും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.